ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവീൻ വക്കീലിനെ കാണിക്കുകയാണ്. അപ്പം നവീൻ വക്കീൽ ഈ അനാമികയും അതേപോലെ തന്നെ വേണുവിനെയും കാണാനായിട്ട് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അനിയുടെ ആ നിശ്ചയത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇപ്പം നിശ്ചയം നടക്കട്ടെ, അതിനെ കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളെല്ലാം നടക്കണം, ഞങ്ങൾക്ക് പറഞ്ഞ ആ തുക കിട്ടണം എന്നിങ്ങനെ നവീൻ വക്കീലിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. ഏതായാലും ഇവരുടെ നിശ്ചയം നടക്കും. ആ നിശ്ചയം നടക്കുന്ന ആ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലണം. അങ്ങോട്ട് കയറി ചെന്നിട്ട് പറയണം, ഞങ്ങൾക്ക് തരാനുള്ള പൈസ ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ ഈ നിശ്ചയം ഞങ്ങൾ മുടക്കുമെന്ന്. എല്ലാവരോടും ഈ കാര്യങ്ങളെല്ലാം പറയും. പിന്നെ നിങ്ങൾക്കെതിരെ കേസ് ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ അങ്ങോട്ട് വാദിച്ചു കൊടുക്കണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവർക്കത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുക തന്നെ ചെയ്യണം. അപ്പം നവീൻ വക്കീലാണെങ്കിൽ ഇതൊന്നും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് കൂറ് അവിടെ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പം നിങ്ങളിങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണവും കിട്ടും, ഡിവോഴ്സും കിട്ടും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അനിയുടെ കല്യാണം നടക്കട്ടെ, അനിയുടെ നിശ്ചയം നടക്കണമല്ലോ, അതാണ് എൻ്റെയും ആവശ്യം. അനിയുടെ നിശ്ചയം നടന്നില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നും പറയണം. ആ വക്കീലേ, എനിക്ക് മനസ്സിലായി വക്കീലേ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ഈ നിങ്ങൾ ആരും അറിയാതെ ഇത് നടത്തുകയാണല്ലേ, അതുകൊണ്ട് കേസ് കൊടുക്കും, അങ്ങനെ കൊടുക്കും, ഇങ്ങനെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ ഏകദേശം അവർ കാര്യങ്ങൾക്കൊക്കെ ഒരു ധാരണ വരുത്തും. അനന്തപുരിക്കാരല്ലേ, അപ്പോൾ അവർക്ക് ആത്മാഭിമാനം കളഞ്ഞുകൊണ്ടുള്ള ഒരു പണിയും അവർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവരതിന് വഴങ്ങുകയും ചെയ്യും, നിങ്ങൾക്ക് വേണ്ട പണവും തരുകയും ചെയ്യും, ഈ ഒരു നിശ്ചയം നടക്കുകയും ചെയ്യും. അല്ലെങ്കിൽ കോടതി വഴക്കായിട്ട് നടക്കേണ്ടി വരും. കേട്ട അനാമികയാണെങ്കിൽ എനിക്കിനി കോടതിയും വഴക്കും വക്കാണുമായിട്ട് പിന്നാലെ നടക്കാനായിട്ട് പറ്റില്ല. ഉള്ള ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം തന്നെ വേണം എനിക്ക് എൻ്റെ ജീവിതം നയിക്കാനായിട്ട്, അല്ലാതെ അവനോടൊപ്പം കഴിയാനൊന്നും എനിക്കിനി പറ്റില്ല. ഞങ്ങൾക്ക് വേണ്ടത് പണമാണ് ജീവിക്കാനായിട്ട്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി എന്നും ഈ നവീൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും മോളെ, എന്തായാലും നമുക്കൊരു കൈ നോക്കാം, വക്കീല് പറഞ്ഞല്ലേ, നമുക്ക് പണം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ അതിന് പിന്നാലെ ചെല്ലുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ സംസാരിക്കാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ നാഗേന്ദ്രനെയാണ്. അപ്പം നാഗേന്ദ്രനാണെങ്കിൽ ആകെ വിറച്ച് നിൽക്കുക. കാരണം തന്നെ പിടിച്ച് നന്നായിട്ടൊന്ന് പെരുമാറിയല്ലോ ആദർശ്, ഒരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ വീടിനകത്തേക്ക് ഇടിച്ച് കയറി. എടാ എന്നും പറഞ്ഞുകൊണ്ട്, നീ വീണ്ടും വന്നല്ലേടാ, നിന്നെ അനന്തപുരിയിൽ നിന്ന് അടിച്ചിറക്കി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും തിരിച്ച് ഇങ്ങനൊരു വരവ് ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. എന്നിട്ട് ഞങ്ങളെ തകർക്കാൻ വേണ്ടി വീണ്ടും നീ കരുക്കൾ ഒരുക്കിയല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് ഈ നാഗേന്ദ്രനായിട്ട് നമ്മുടെ മുത്തശ്ശനെ പട്ടക്കെന്ന് പറഞ്ഞു ഒറ്റ അടിയാണ്. ഇപ്പോഴും ആ മുത്തശ്ശൻ്റെ കയ്യിലെ കരുത്ത് മാറിയിട്ടില്ലെന്ന് തന്നെ നമ്മുടെ നാഗേന്ദ്രന് മനസ്സിലായി. അപ്പോൾ നാഗേന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കണം. നിനക്ക് ഇപ്പോഴും മതിയായില്ല, എൻ്റെ കുടുംബത്തെ കയറി കളിച്ചിട്ട് നിന്നെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയല്ലേടാ, നീ ഞങ്ങളോട് വലിയൊരു ചതി ചെയ്ത് നിന്നെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയല്ലേ, പിന്നെ എങ്ങനെ ധൈര്യം വന്നടാ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരാനും അവിടെ ഓരോ കാര്യങ്ങളും ചെയ്ത് തകർക്കാനായിട്ട് നിനക്ക് എങ്ങനെ ധൈര്യം വന്നിട്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ഞാനൊരു കുടുംബവും തകർത്തിട്ടില്ല, എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അടുത്ത് നിന്ന് എന്നെ പിരിച്ചത് നിങ്ങളാണ്. അപ്പം നിങ്ങളോടുള്ള വൈരാഗ്യം എത്രമാത്രം ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാലോ. ഒരു കാരണവും ഇല്ലാതെ നിങ്ങൾ എന്നെ അനന്തപുരിയിൽ നിന്ന് ആട്ടി ഇറക്കിയില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, നിന്നെ ഒരു കാരണവുമില്ലാതെ അനന്തപുരിയിൽ നിന്ന് ആട്ടി ഇറക്കിയെന്നോ? ആരാടാ പറഞ്ഞത്? ഞങ്ങളെ എടുത്തു വളർത്തിയ മകളാണ് ജലജ. അപ്പോൾ ആ ജലജയുടെ കല്യാണ ദിവസം വന്നു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ വന്ന് കണ്ട് നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമായി. പക്ഷേ നിനക്ക് വേണ്ടത് അവിടുത്തെ സ്വത്തുക്കളും സ്വർണങ്ങളും മാത്രമായിരുന്നു. ജലജയെ കല്യാണപ്പന്തലേക്ക് കൊണ്ടുവന്നതേ സ്വർണങ്ങളിട്ട് മൂടി തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴും നിനക്ക് സ്വർണങ്ങളൊന്നും അത്രയും പോരായിരുന്നു, അതിൽ കൂടുതൽ വേണമെന്നായിരുന്നു നിന്റെ ആഗ്രഹം. ശരി, എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടതും അതിൽ കൂടുതലുമായ സ്വർണങ്ങൾ ഞങ്ങൾ ഇട്ട് കൊടുത്തു. അതിലൊന്നും നിനക്ക് തൃപ്തിയല്ലായിരുന്നു. പിന്നീട് നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് കഴിയില്ല, നിനക്ക് ഭാര്യ വീട്ടിൽ തന്നെ താമസിക്കണം, അതായത് അനന്തപുരിയിൽ തന്നെ. അപ്പോൾ എൻ്റെ വസുന്ധര പറഞ്ഞത് ശരി, നമ്മൾ പുന്നാരിച്ച് വളർത്തിയ മകളല്ലേ, അവള് നമ്മളുടെ കൺമുന്നിൽ തന്നെ ഇരുന്നോട്ടെ.
അവളെ വേറെ എങ്ങോട്ടും പറഞ്ഞു വിടണ്ടായെന്ന്. അവളുടെ ആഗ്രഹം എന്താണോ അതേപോലെ തന്നെയായിരുന്നു എൻ്റെയും ആഗ്രഹം. ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിന്നെയും കുടുംബത്തിൽ കയറ്റി താമസിപ്പിച്ചു. അതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റടാ. പിന്നീടല്ലേ മനസ്സിലായത് നിന്റെ ചതി എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനെ നിനക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോഴേക്കും നീ തന്നെ നിന്റെ തനി സ്വഭാവം കാണിക്കാനായിട്ട് തുടങ്ങി. നിന്റെ തനി പകർപ്പുള്ള ഒരു കുഞ്ഞ്, അതായത് ഞാൻ പറഞ്ഞത് അഭിയെക്കുറിച്ച് തന്നെയാടാ, അവിടെ നീ കാണിക്കാൻ തുടങ്ങി മൂർത്തീസ് കമ്പനിയോടുള്ള നിന്റെ ചതി. അപ്പോഴേക്ക് ഞങ്ങൾ മനസ്സിലാക്കി നിന്നെ അടിച്ചിറക്കിയതല്ലേടാ എന്നിങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് നാഗേന്ദ്രൻ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. നിന്റെ ഭാര്യയും നിന്റെ മകനും ഒക്കെ ഒരു കണക്ക് തന്നെയാ. കുടുംബത്തോട് നന്ദി പുലർത്താത്തവര്. പിന്നെ നിന്റെ മകളുടെ മനസ്സൊക്കെ നന്നായിട്ട് മാറി ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. അവള് നല്ല പെൺകുട്ടിയാണ്. ഇനി അവളെയും എൻ്റെ കൊച്ചുമോൻ്റെയും എൻഗേജ്മെന്റ് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ മകളുടെ സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ഇനി ആ വീട്ടിലേക്ക് കയറി വന്നു പോകരുത്. നീ വന്നു കഴിഞ്ഞാൽ ഈ മൂർത്തിയെ നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. ഇപ്പോഴും കൈക്കൊന്നും ഒട്ടും കരുത്ത് പോയിട്ടില്ല. ആ കരുത്ത് അതേപടിയുണ്ട്. അടിച്ച് തകർക്കും ഞാൻ. ഇത് കേട്ട നാഗേന്ദ്രനാണെങ്കിൽ നിങ്ങൾക്കേ ഇപ്പോഴും ഈ നാഗേന്ദ്രൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ലടോ. നാഗേന്ദ്രനോ ഒരക്ഷരം മിണ്ടി പോകരുത് നീ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പടപടാന്ന് തല്ലിക്കൂട്ടുകയാണ്. ഇനി മേലാൽ നിന്റെ ഒരു ശല്യം ഞങ്ങളുടെ മേലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാഗേന്ദ്ര നീ ജീവനോടെ കാണില്ല. നീ എന്തിനാണോ ഇങ്ങോട്ട് വന്നത് അതൊന്നും നീ നടക്കാനായിട്ട് പോകുന്നില്ല നാഗേന്ദ്ര എന്നും പറഞ്ഞ് മുത്തശ്ശൻ നല്ല കിടിലൻ മറുപടിയും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. നാഗേന്ദ്രനാണെങ്കിൽ ആകെ കാലി പോണ്ടൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയെയും ആദർശിനെയാണ്. നയനയും ആദർശ് അമ്പലത്തിൽ നിന്ന് നല്ല മനസ്സുരുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ധാരിക്കുന്നു നമ്മുടെ മുത്തശ്ശനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. മക്കളെ നിനക്കൊരു കാര്യം അറിയോ? ഞാനേ ഈ അമ്പലത്തിൻ്റെ ദേവിയുടെ മുന്നിൽ വെച്ചാണ് നയന മോൾക്ക് സത്യം ചെയ്തു കൊടുത്തത്. അതുകൊണ്ടാണ് നയന മോളൊന്നും നിന്നോടൊരു കാര്യവും പറയാതിരുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ എന്താണെന്നൊക്കെ ഞാൻ നയന മോളോട് കൃത്യം പറഞ്ഞിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആദർശേ നിന്നെ സ്നേഹിക്കാതെ എനിക്ക് പോകാനായിട്ട് പറ്റുമോ മോനെ? നീ നല്ലൊരു രീതിയിലേക്ക് വളരണം. അതിനു വേണ്ടി തന്നെയാണ് ഞാനിങ്ങനൊരു തീരുമാനം എടുത്തത്. പിന്നെ അനന്തപുരിയിൽ നിന്ന് നീ ഇറങ്ങിപ്പോയപ്പോഴേ എൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചെന്നറിയാവോ? എല്ലാം വാശിയോടും വൈരാഗ്യത്തോടും കൂടി തന്നെയല്ലേ നീ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് അവസാനം നീ ലക്ഷ്യം കാണുകയും ചെയ്തു. പിന്നെ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നിന്റെ ഭാര്യ. ഏതൊരാണിൻ്റെയും പിന്നിൽ വിജയമുണ്ടെങ്കിൽ അത് അവരുടെ പെണ്ണിൻ്റെ വിജയം തന്നെയായിരിക്കും. അതേപോലെ തന്നെ എനിക്ക് വലുത് എൻ്റെ വസുന്ധര തന്നെയാണ്. വസുന്ധര ഇല്ലെങ്കിലേ ഞാനില്ല. അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങളും. നിങ്ങളുടെ സ്നേഹത്തിൽ ഒരു കലർപ്പും ഉണ്ടാകാനായിട്ട് പാടില്ല. അത് സത്യസന്ധമായ സ്നേഹം മാത്രമായിരിക്കണം എന്നൊക്കെ മുത്തശ്ശൻ ഈ ആദർശിനോടും നയനോടൊക്കെ പറയുകയാണ്. മോനെ ആദർശേ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്ക് ഏറ്റവും കൂടുതൽ വേദനിച്ചത് നയനയാണ്. നയന പറഞ്ഞു ആദർശേട്ടൻ ഇല്ലാതെ എനിക്കിവിടെ നിൽക്കാനായിട്ട് കഴിയില്ല. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ചാ പോകുന്നത്. ഗർഭിണിയായ നയന അവിടെ വന്ന് നിനക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നു. നിനക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ പൊരുതി അവളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവളെല്ലാം ചെയ്തു തന്നില്ലേ? അതാണ് മോനെ ഭാര്യ. ആ ഭാര്യയെ നീ ഒരിക്കലും വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ പാടില്ല. എപ്പോഴും കൂടെ ചേർത്ത് നിർത്തണം എന്നിങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അതേപോലെ തന്നെയാണ് ദേവ്യാനി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേക്കും ദേവ്യാനി എത്രമാത്രം വേദനിച്ചെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. പക്ഷേ അവളുടെ ഭർത്താവിനെ ഓർത്തുകൊണ്ട് മാത്രമാണ് ആനന്ദപുരി വിട്ട് ഇപ്പോഴും ഇറങ്ങാതെ നിൽക്കുന്നത് എന്നിങ്ങനെ പറയാണ്. മക്കളെ നാളെ ഏതായാലും വീട്ടിലൊരു പൂജ നടത്തുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും വലതുകാലെടുത്ത് വെച്ച് വീണ്ടും ആ കുടുംബത്തിലേക്ക് കയറി വരണം. ഈ ഒരു കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. വേറെ ആരോടും പറയാനായിട്ട് നിൽക്കണ്ട. അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെന്നേ. നിങ്ങളൊക്കെ പറഞ്ഞില്ലേ കുടുംബത്തിനേക്കാളും വലുത് എനിക്ക് ബിസിനസ്സാണെന്ന്. ഒരിക്കലുമില്ല. എൻ്റെ കുടുംബം കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ഒന്നുള്ളൂ.
പിന്നെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ആണ് എൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞിട്ടേ എനിക്ക് ബിസിനസ് പോലുമുള്ള മക്കളെ എന്നൊക്കെ ഇങ്ങനെ പറയാ. നീ പിന്നെ ആദർശേ വീണ്ടും അങ്ങോട്ട് തിരിച്ചു വന്നിട്ട് MD കസേരയിൽ ഇരിക്കാനുള്ളതാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശ, അത് വേണോ മുത്തശ്ശ? അനി ഇപ്പോൾ ആ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടല്ലോ, അവൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കമ്പനി. പിന്നെ എന്തിനാണ് ഞാൻ ഏതായാലും ആ MD കസേരയിൽ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എടാ, അങ്ങനെ MD കസേരയിൽ ആഗ്രഹമൊന്നും അവനില്ല. കാരണം അവൻ അതിനുള്ള ഇതായിട്ടില്ല. നീ തന്നെ ഇരിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. നീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്വയം ഒഴിഞ്ഞു പോകും. എന്നോട് പല പ്രാവശ്യം പറയുന്നുണ്ട്, എനിക്ക് MD കസേര വേണ്ട മുത്തശ്ശ, ആദർശേട്ടനെ തിരിച്ചു വിളിക്കും മുത്തശ്ശ, ആദർശേട്ടനാണ് ഇതിന് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എടാ, അങ്ങനെ ഒരു അനിയനെ കിട്ടിയത് മോനെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് നമ്മൾ കരുതേണ്ടത് എന്നൊക്കെ അനിയെക്കുറിച്ചും നല്ല രീതിയിൽ തന്നെ പൂഴ്ത്തി പറയുകയാണ് നമ്മുടെ മുത്തശ്ശൻ. അതുകൊണ്ട് ഇനി MD സ്ഥാനം മുഴുവനും അത് നയനയ്ക്കും അതേപോലെ തന്നെ ആദർശനും തന്നെയായിരിക്കും. അപ്പം നയന പറയുകയാണ്, പക്ഷേ അനിയുടെ അമ്മയ്ക്ക് അത് വല്ലാത്തൊരു ഷോക്കായി പോവില്ലേ? MD കസേര അനിക്ക് തന്നെയാണ് നല്ലതെന്നാണ് പറയുന്നത്. അവളുടെ വാക്ക് ആര് കേൾക്കാനായിട്ട് പോകുന്നു? അവൾ പറയുന്നതല്ല, ഞാൻ എന്താണോ പറയുന്നത് അതാണ് ശരിയായിട്ട് വരേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നാളെ നിങ്ങളുടെ ഗൃഹപ്രവേശനമാണ്, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ഈ നാഗേന്ദ്രനെയും ഡേവിഡിനെയും കാണിക്കുകയാണ്. അപ്പം നാഗേന്ദ്രനാണെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല, പക്ഷേ അവരെന്നെ പിടികൂടുകയും അതെ ആ മൂർത്തിയുടെ ഇല്ലേ കൈക്കരുത്ത് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അയാളെ എനിക്കിട്ട് തന്ന അടി അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും ഞാനത് മറക്കേയില്ല. അയാൾക്കിട്ട് പണി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എൻ്റെ മനസ്സിലെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അയാൾക്ക് ഇതുവരെ അറിയില്ല. അയാളുടെ വിചാരം എൻ്റെ മോള് അയാളുടെ പക്ഷത്താണെന്നാണ്. ആ ഒരു എൻഗേജ്മെൻറ്റ് നടത്താൻ തന്നെയാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി എൻ്റെ ഭാര്യയും മക്കളൊക്കെ അവിടെ താമസിക്കുകയല്ലേ, ജലജ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ വാവിട്ട് ചിരിക്കുന്നുണ്ടാവും. അയ്യോ സാറേ, അതിന് സാറിൻ്റെ ഭാര്യ അവിടെ ഇല്ലെന്നാണല്ലേ പറഞ്ഞത്? അത് ശരി തന്നെയാണ്. അവള് ഒരാഴ്ചയായിട്ട് അവിടെ ഇല്ല, ടൂറിന് പോയിരിക്കുകയാണ്. ഏതായാലും പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതിനു വേണ്ടിയാണ് പോയിരിക്കുന്നത്. അവള് എന്തായാലും എവിടെയാണെങ്കിലും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. വരുമ്പോഴേ ഒരു കോലാഹലം തന്നെയായിരിക്കും അവിടെ നടക്കാനായിട്ട് പോകുന്നത്. സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥയിലായിരിക്കും അവൾക്ക് എന്നിങ്ങനെ പറയാണ്. പക്ഷേ എനിക്കെൻ്റെ ലക്ഷ്യങ്ങൾ ചിലതുണ്ട്. എന്നെ അടിച്ചവരെ എനിക്ക് തകർക്കണം. അതിന് എൻ്റെ മോളെ വെച്ച് തന്നെ വേണം എനിക്ക് കളി തുടങ്ങാനായിട്ട്. അപ്പോൾ ആ എൻഗേജ്മെൻറ്റ് കഴിയട്ടെ, അതിനുശേഷമല്ലേ ബാക്കിയെല്ലാം തീരുമാനിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, മൂർത്തിയേക്കാളും മൂർച്ചയുള്ളതാണ് ആദർശ്, കൂർമ്മ ബുദ്ധിക്കാരൻ. പറയണമെങ്കിൽ അടുത്ത മൂർത്തി എന്ന് വേണമെങ്കിലും പറയാം. അവനെ കാഞ്ഞ ബുദ്ധിയാ. അവനോട് ജയിക്കാനൊന്നും നമുക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് നമ്മുടെ ദേവി അനിയെയും ബാക്കിയുള്ളവരെല്ലാം കൂടെ അപ്പോൾ ഈ ജയനാണെങ്കിൽ എല്ലാവർക്കും ചോക്ലേറ്റ് വാരി വാരി കൊടുക്കുകയാണ്. ഈ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പാടുന്ന സന്തോഷം തന്നെയാണ്. ഇതിനെല്ലാത്തിനും പിന്നിൽ നയനമോൾ തന്നെയാണല്ലോ. നയനമോളുടെ ആ എഫേർട്ട് എടുത്തുകൊണ്ടിട്ടാണ് നയനമോൾ ആ കുടുംബവും ജയിക്കാനുള്ള കാരണം എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛ, ഇത് വലിയൊരു ആഘോഷം തന്നെയല്ലേ, നമുക്ക് വലിയൊരു വിജയം തന്നെയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കണ്ടേ? ആഘോഷിക്കണം. ഏതായാലും നമുക്ക് നല്ലൊരു വിജയം തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ പരം സന്തോഷം ഇനി ഒന്നുമില്ല. അതെ, വിജയത്തിന് പിന്നിൽ അത് തന്നെയാണല്ലോ. അതെങ്ങനെയാ അച്ഛാ? നയനമോള് കാരണമല്ലേ ഈ വിജയം വരിക്കാനുള്ള കാരണം? അത് അനിയും കൂടി പറയുന്നുണ്ട്. എന്തൊക്കെ ആരൊക്കെ ചെയ്താലും വിജയ തലപ്പത്തിരിക്കുന്ന ആരാണ്? അത് അനിയല്ലേ. അപ്പോൾ വിജയം അനിക്ക് തന്നെയാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ സഹായിച്ചെന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവിയനെ ആണെങ്കിൽ എന്നാലും അച്ഛ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല വെച്ചാൽ മനസ്സ് മാറുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അച്ഛൻ്റെ മനസ്സൊട്ടും മാറുന്നില്ലല്ലോ അച്ഛ. ഇപ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അതെ, അദ്ദേഹത്തെ കാര്യം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കും.
അതിൽ ആരും അദ്ദേഹത്തെ പറയണ്ട. അദ്ദേഹത്തിൻ്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി ആരും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാണ്. അപ്പം മുത്തശ്ശനാണെങ്കിൽ അതെ, നാളെ ഇവിടെ വലിയൊരു പൂജ നടക്കാനായിട്ട് പോവുകയാണ്. ആ പൂജയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചോളൂ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പോവുകയാണ്. മുത്തശ്ശൻ പോയി കഴിഞ്ഞപ്പോഴേക്കും എന്നാലും അച്ഛൻ്റെ മനസ്സൊന്നും മാറുന്നില്ലല്ലോ. ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറും. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്യുന്നേ. നിങ്ങളെന്തിനാ എപ്പോഴും അദ്ദേഹത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് മുത്തശ്ശിയും പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ ജയം പറയാണ്, നമുക്കേ അവിടെ വെച്ച് ഒരു കേക്ക് മുറിച്ചാലോ, ആരും അറിയാതെ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷെ അച്ഛനെ അറിഞ്ഞു കഴിഞ്ഞാൽ പണി പാളുവേ. ഇല്ലെന്നേ, അച്ഛനറിയില്ല. നമുക്ക് ആദർശിൻ്റെ വീട്ടിൽ വെച്ച് ഒരു കേക്ക് മുറിക്കാം. അത് നയന മോൾക്കും ഒരുപാട് സന്തോഷമാകും. അവൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ അല്ലേ, അപ്പോൾ അവൾക്ക് വേണ്ടി ഇങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ എന്ന് പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ.